കേരള NGO അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 4-5 തീയതികളിൽ അടിമാലിയിൽ നടക്കും. ഡീൻ കുര്യാക്കോസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അടിമാലിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള NGO അസോസിയേഷന്റെ 49ാമത് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് ഈ മാസം 4-5 തീയതികളിലായി അടിമാലിയിൽ നടക്കുന്നത്. അടിമാലി ക്ലബ് ഹാളിൽ നടക്കുന്ന സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ ജനാധിപത്യ സംഘടനയായ കേരള NGO അസോസിയേഷൻ്റെ 49ാമത് ജില്ലാ സമ്മേളനമാണ് ഈ മാസം 4-5 തീയതികളിൽ ഹൈറേഞ്ചിൻ്റെ ശിലാകേന്ദ്രമായ അടിമാലിയിൽ വെച്ച് നടത്തപ്പെടുന്നു. പ്രിയങ്കരനായ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കിയുടെ പ്രിയങ്കരനായ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അസോസിയേഷൻ്റെ 49ാം ജില്ലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം അദ്ദേഹമാണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. സംഘടന 50 വർഷം പൂർത്തിയാക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന ഒക്ടോബർ മാസം 27-ാം തീയതി കേരള NGO അസോസിയേഷൻ രൂപീകൃതമായിട്ട് 50 വർഷം പൂർത്തിയാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ ജനാധിപത്യ സംഘടനയുടെ ജില്ലാ സമ്മേളനം അടിമാലിയിൽ വെച്ച് കൂടുന്നു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ മുഖ്യപ്രഭാഷണം നടത്തുന്ന യോഗത്തിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് അടിമാലി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ബാബു P. കുര്യാക്കോസ്, ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ്, സെക്രട്ടറി CS ഷമീർ, സംസ്ഥാന സെക്രട്ടറി KP വിനോദ്, സംഘാടക സമിതി ജനറൽ കൺവീനർ സഞ്ജയ് കബീർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ. സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം. വരൂ, അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ.